സുഹൃത്തുക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്. ഞാനിപ്പോൾ ഉള്ളത് വെട്ടിച്ചിറ ടോൾ പ്ലാസയിലാട്ടോ. ഒരു സന്തോഷ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. വെട്ടിച്ചിറ ടോൾ പ്ലാസ ഉടനെ ഓപ്പൺ ആകും. ഇന്ന ദിവസം എന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല, കാരണം കോഴിക്കോട് ബൈപ്പാസിൽ പുലി വരുന്നേ പറഞ്ഞ പോലെ 1-ാം തീയതി 15-ാം തീയതി 8-ാം തീയതി എന്നൊക്കെ പറഞ്ഞ പോലെ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഏതായാലും താമസിയാതെ ഈ ഒരു വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിക്കും. കൂരിയാടും കുറ്റിപ്പുറം ROB ഇതിൻ്റെ പണികളൊന്നും കഴിയാതെ എങ്ങനെ ടോൾ പിരിക്കുക എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ. നാളെ ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ന്യൂസിൽ വന്നിട്ടുണ്ടാകും. ഈ 24-ഉം അതേപോലെ മറ്റു പ്രമുഖ ചാനലുകളൊക്കെ ഈ ഒരു ടോൾ പ്ലാസൊക്കെ അടുത്ത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമുണ്ടായിരുന്നു. ഏതായാലും അടുത്ത് തന്നെ ഒരു മാസത്തിന് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകില്ല. ഇവിടെ അടുത്ത് തന്നെ ഈ ഒരു വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ട്രയൽ റണ്ണ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കൂരിയാട് പാടത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കുറ്റിപ്പുറം ഭാഗത്ത് ROBയുടെ പണികളും അതേപോലെ ബാക്കിയുണ്ട്. അപ്പോൾ കൂരിയാട് പാടം നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള ഒരു ഭാഗമുണ്ടല്ലോ, കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആരംഭം അതുവരെ കോഴിക്കോട് ടോൾ പ്ലാസയുടെ റേഞ്ചാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ബൂത്തായിട്ട് ഒറ്റ കൗണ്ടർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പുതിയ 6 വരി പാതയിൽ ക്യാഷ് ബൂത്തായിട്ട് ഒറ്റ കൗണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. 10 വരി ട്രാക്കിൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന്, അങ്ങനെ 2 കൗണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സൈഡിലേക്ക് ഒരു വരി മാത്രം കേട്ടോ. ക്യാഷ് ബൂത്ത് അല്ലാത്ത, അതായത് ഫാസ്ടാഗ് മാത്രമുള്ള ട്രാക്കിലൂടെ വന്നിട്ട് ഫാസ്ടാഗ് ഇല്ലാതെ ക്യാഷ് കൊടുക്കുമ്പോഴാണ് കോഴിക്കോട് ബൈപ്പാസിലും മാഹിയിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുന്നത്. അതായത് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റാത്ത, അതായത് റെസിപ്റ്റ് കൊടുക്കാൻ പറ്റാത്ത ട്രാക്ക് ഉണ്ടല്ലോ, അതായത് അവിടെ ബൂത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഫാസ്ടാഗ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൽ ക്യാഷ് കൊടുത്ത് പോകുമ്പോഴാണ് ബാലൻസ് വാങ്ങാനും അതേപോലെ മറ്റുള്ളതിനൊക്കെ നിൽക്കുമ്പോഴാണ് പിറകിലുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത്. അതായത് നിങ്ങളെ ഫാസ്ടാഗിൽ പൈസ അല്ലെങ്കിൽ നിങ്ങളെ വണ്ടിയിൽ ഫാസ്ടാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് പോകുകയെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വന്ന് പൈസ ചില്ലറാക്കി ബാക്കികളൊക്കെ തരുമ്പോഴാണ് കുറച്ച് നേരം വൈകുന്നത്. അതുകൊണ്ടാണ് എല്ലാ ട്രാക്കിലും നല്ല തിരക്കിട്ടോ. ഫാസ്ടാഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ കയറി പോകാം. അപ്പോൾ പറഞ്ഞു വന്നത് പൈസ പിരിക്കുന്നത് മറ്റേക്ക് എന്തെങ്കിലും ആട്ടെ. ഏതായാലും വെട്ടിച്ചിറ ടോൾ പ്ലാസ ഇവിടെ അടുത്ത് തന്നെ ഓപ്പൺ ആകും. കേട്ടിട്ടൊരു അത്ഭുതം. കാരണം കൂരിയാട് പണി കഴിഞ്ഞിട്ടില്ല. കുറ്റിപ്പുറം ROBയിൽ കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും ഇതിലൂടെ വണ്ടി ഇങ്ങനെ സുഖമായിട്ട് പോകുന്നില്ലല്ലോ. അതേപോലെ വട്ടപ്പാറ വാടക്ക് തുടങ്ങുന്ന ഇവിടുന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കുറച്ച് ഭാഗത്ത് പണികൾ തീരാനുണ്ട്. അപ്പോൾ പണി തുടങ്ങുന്നതിന് മുമ്പ് ടോൾ പിരിക്കാൻ തുടങ്ങിയോ എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനിത് ചോദിച്ചപ്പോൾ NHAക്ക് എത്രയോ പൈസ നഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ടോൾ വിരിക്കുന്നത്. പിന്നെ നമ്മളിതുവരെ ഞാനൊക്കെ വിചാരിച്ചത് കോഴിക്കോട് ബൈപ്പാസ് ആകെ 28 കിലോമീറ്റർ, ആ 28 കിലോമീറ്ററിന് ഇപ്പോൾ 130 രൂപ. പക്ഷേ കോഴിക്കോട് ബൈപ്പാസിൽ ആ ഒരു 28 കിലോമീറ്ററിന് മാത്രമല്ല 130 രൂപ. കോഴിക്കോട് ബൈപ്പാസിൻ്റെ ആ ഒരു ടോൾ പ്ലാസ, അതായത് ഒളവണ്ണ ടോൾ പ്ലാസ, കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, പാലച്ചിറമാട് ഭാഗം വരെ ആ ഒരു ടോൾ പ്ലാസയുടെ റേഞ്ച് ഉണ്ട്. ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നമ്മുടെ വയഡക്റ്റൊക്കെ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ബൈപ്പാസിലുള്ളതിനേക്കാളേറെ പൈസ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മന്ത്ലി ഫീ കിട്ടും. ഏത് നോൺ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക്. അല്ലാത്ത ആളുകൾക്കും പാസ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കമ്പി വെച്ചതോടെ വലിയ കിട്ടലാട്ടോ. കോഴിക്കോട് ബൈപ്പാസിൽ നിരവധി റീൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഗ്ലാസ് പോയി, വലിയ ലോറി അവിടെ കുടുങ്ങി. ഇതിപ്പോൾ ഈ ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഏത് വാഹനങ്ങൾ പോകാൻ സാധിക്കും എന്നുള്ളത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലൂടെ അങ്ങനെ കയറിയാൽ മതി. കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു സംഭവം, ഒളവണ്ണ ടോൾ പ്ലാസയിൽ ഈ ഒരു സംഭവം വെച്ചിട്ടില്ല. പിന്നെ ഹെവി വാഹനങ്ങൾക്ക്, വൈഡായിട്ടുള്ള വാഹനങ്ങൾക്ക് ആ ഒരു അവസാന ട്രാക്കാണ്. അതായത് ക്യാഷ് കളക്ട് ചെയ്യണ ആ ഒരു ബൂത്ത് ഉണ്ടല്ലോ, ആ ബൂത്തിലൂടെ മാത്രമാണ് ഹെവി വൈഡായിട്ടുള്ള വാഹനങ്ങൾ കടത്തി വിടുള്ളൂ, അല്ലെങ്കിൽ അതിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ, എനിക്ക് തോന്നുന്നു ഒളവണ്ണ ബൈപ്പാസിൽ കാറിനും, അതായത് LMV പോകുന്ന ഒരു ഇതിലൂടെയാണ് ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇങ്ങോട്ട് കുറേ ആൾക്കാർ ഇത് ആരുടെ അതിൻ്റെ എഞ്ചിനീയർ ഏത് മണ്ടനട, ഓരോ വാഹനങ്ങൾക്ക് പോകാനുള്ള ട്രാക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നിങ്ങൾ? നല്ല അടിപൊളി കോണിയാണ്. ടോൾ മാനേജർ, ടോൾ സർവേ, NHAൻ്റെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടൊരു റൂമുണ്ട്. നല്ല ചൂടാട്ടോ ഇതിൻ്റെ മേലെ. AC-ൻ്റെ ആ ഒരു എയറെല്ലാം കൂടി ഇങ്ങോട്ട് വിങ്ങലായിട്ട് നിൽക്കുകയാണോന്ന് അറിയില്ല. നല്ല ചൂടുണ്ട് ഇതിൻ്റെ മേലെ. പാൻട്രി, ഫുഡ് മുഖ്യം, ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റ്, സ്റ്റോർ റൂം, നല്ല അടിപൊളിയാട്ടോ. ഇതൊരു ഒറ്റ ലൈനിലാണ്, ഇതേ ഒരു ഇതിലാണ് നമ്മുടെ തൃശ്ശൂർ ടോൾ പ്ലാസയും വരുന്നത്. പക്ഷേ ഇത് കോൺക്രീറ്റ് നിർമ്മാണമാണ്, ഇത് ഫുള്ള് സ്റ്റീലാണ്. ബസ് തെലങ്കും ബസ്. കർണാടക RTC പൈസ കൂട്ടിയ പോലെ ബസ്സേരും ചിലപ്പോൾ പൈസ കൂട്ടിട്ടോ. കാരണം ടോൾ കൊടുത്തല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുള്ളൂ. സർവീസ് റോഡിലൂടെ ബസ് പോകണം എന്ന് പറഞ്ഞാലും നല്ല ഗ്രിപ്പുള്ള ടെയിലാട്ടോ. ചവിട്ടിയിട്ട് നീങ്ങണില്ല. ഷൂവിൻ്റെ പവറാണോ? ഷൂവിൻ്റെ അത്ര പവറല്ല, ടെയിൽ തന്നെയാണ്. നല്ല അടിപൊളി ടെയിലാണ്.
ഇരുചക്രവാഹനത്തിനും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുട്പാത്ത് പോലെ ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ന്യൂസിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഡേറ്റ് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ കോഴിക്കോട് നമ്മളെ ബൈപ്പാസിൽ 1-ാം തീയതി 10-ാം തീയതി എന്നൊക്കെ പറഞ്ഞ പോലെ ആകും. ഇതൊക്കെയാണ് ലൈൻ 3. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ലൈൻ 4 LMV ആണോ ഹെവി വെഹിക്കിൾ ആണോ എന്നുള്ള മാർക്ക് ചെയ്തിട്ടില്ല. താമസിയാതെ മാർക്ക് ചെയ്യുന്നതായിരിക്കും. കോഴിക്കോട് പിന്നെ അത് മാർക്ക് ചെയ്തിക്കണേ. ഏതായാലും ഈ ഒരു കമ്പി വെച്ചതുകൊണ്ട് വണ്ടി ഉള്ളിൽ കുടുങ്ങി അല്ലെങ്കിൽ വണ്ടീൻ്റെ ഗ്ലാസ് പൊട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇതൊരു വലിയ കിട്ടല. കോഴിക്കോട് ഇത് വെച്ചിട്ടില്ല. NHAയുടെ ആളുകൾ എന്താണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. ട്രാഫിക് എയ്ഡ് പോസ്റ്റ് പോലീസുകാർ ഇവിടെ ഉണ്ടായാലുണ്ട്. പോലീസിനുള്ളതാട്ടോ. ട്രാഫിക് എയ്ഡ് പോസ്റ്റാണ്, മെഡിക്കൽ എയ്ഡ് പോസ്റ്റ്. ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാസർഗോഡ് ATMSൻ്റെ ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചതാണ്. കിടത്തി ചികിത്സിക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംഭവങ്ങളാണ്. കുറേ ഇഞ്ചക്ഷനും അതേപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാകും. 3-4 സ്റ്റാഫ് ഉണ്ടാകും. പിന്നെ സുഖമില്ലാത്ത ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട്. 2 ടോയ്ലറ്റ്, ജെൻസിനും ലേഡീസിനും ടോയ്ലറ്റ് ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, ഇത്തരം സൗകര്യങ്ങളൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തു കൊടുക്കണം. ഇത് കണ്ട നീല റമ്മ് മുറിച്ചുകാണ്ട് അതിൽ ചെടി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് എന്താ പാടെന്ന് പോയി നോക്കാം. ടോയ്ലറ്റ് ഇതുവരെ ടോൾ ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഫ്രീ ആട്ടോ, അവിടെ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 5 രൂപ അങ്ങനെ കുറച്ച് വാങ്ങലൊന്നും ഇപ്പം ഇല്ല നാഷണൽ ഹൈവേൻ്റെ കീഴിൽ. ടോയ്ലറ്റ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ എല്ലാം ഫ്രീ ആട്ടോ. റെസ്റ്റ് ഏരിയ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ടോൾ കൊടുക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി നമുക്ക് കുറച്ച് സേവനങ്ങളൊക്കെ തരണം. കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിക്കാന്നുണ്ടെങ്കിൽ വണ്ടി പഞ്ചറാകുക അല്ലെങ്കിൽ ഡീസൽ കയ്യുക അങ്ങനത്തെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആക്കുകയെന്നുണ്ടെങ്കിൽ ആംബുലൻസ് ആയിട്ട് വരിക. അങ്ങനെ ഈ ഒരു റോഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സേവനങ്ങൾ, അതായത് പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന റോഡിന് അതിൻ്റെ സേവനങ്ങളും ലഭ്യമാക്കുക എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. വെറും പൈസ കൊടുക്കൽ മാത്രമല്ല അവകാശം. ഈ സഹായങ്ങൾ, അതേപോലെ ആംബുലൻസ്, ഹെൽപ്പ് ലൈൻ, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ NHAയുടെ കടമയാണ്. അതിലെന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ രാജ്മാർഗ് യാത്ര എന്നൊരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ ആ ഒരു റീചാർജ് 3000 രൂപയുടെ പാസ് എടുത്ത് ആനുവൽ പാസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 200 തവണ നമുക്ക് ടോൾ അടക്കാൻ പറ്റൂട്ടോ. 200 തവണ എക്സ്പ്രസ് വേ ആയിക്കോട്ടെ, ഹൈവേ ആയിക്കോട്ടെ, ഏത് NHAക്ക് കീഴിലുള്ള ഏത് ടോൾ പ്ലാസയിലും ആ ഒരു 200 തവണ നമുക്ക് ആനുവൽ പാസ് ഉപയോഗിച്ച് കടക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു തവണ കടക്കുമ്പോൾ വെറും 15 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത്തരം സർവീസ്, അതായത് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ടോയ്ലറ്റ് വൃത്തിയില്ല, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, റെസ്റ്റ് ഏരിയകളില്ല, ഇത്തരം സൗകര്യങ്ങൾ, അതായത് പഞ്ചറായിട്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല, ഇത്തരം കംപ്ലയിൻറ്റുകളൊക്കെ രാജ്മാർഗ് യാത്ര എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇപ്പം പണ്ടത്തെ മാതിരിയൊന്നുമല്ല. റെയിൽവേ എത്രത്തോളം ഉഷാറായിക്കണോ, 139 ഒരു മെസ്സേജ് അയച്ചാൽ റെയിൽവേ ആപ്പിലും അതേപോലെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഈ ഒരു രാജ്മാർഗ് യാത്ര എന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിക്കാന്നുണ്ടെങ്കിൽ ഉടനടി പരിഹാരം കാണുന്നതായിരിക്കും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓനക്ക് വേറെ പണി മുകളിൽ നിന്ന് കിട്ടും. ഞാൻ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ മീഡിയയിലുള്ള ആ ഒരു ഡിവൈഡറും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം കോട്ടക്കൽ ബൈപ്പാസിലൂടെ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമാട്ടോ. ഇവിടെയൊക്കെ ഒരു റെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ എമർജൻസി വാഹനങ്ങൾക്ക് നിർത്താനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഏതായാലും ഇവിടെയൊക്കെ 45 മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. സർവീസ് റോഡ് ഏതായാലും ഇല്ലല്ലോ. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടി ഒരു റെസ്റ്റ് ഏരിയ ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അടിപൊളിയാകും. നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസിലൊക്കെ ഉള്ളതുപോലെ സംഭവം ഉഷാറാകും. ഏതായാലും വെട്ടിച്ചിറ ടോൾ പ്ലാസ ഓപ്പൺ ആകുമ്പോൾ കോഴിക്കോടും നമ്മളെ കുമ്പളയിലൊക്കെ ഉള്ളതുപോലെ പ്രതിഷേധം ഉണ്ടാകുന്നത് 100% ഉറപ്പാണ്. കാരണം കൂരാട് പണികൾ തീരാനുണ്ട്, കുറ്റിപ്പുറത്ത് പണികൾ തീരാനുണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ കോട്ടക്കൽ ബൈപ്പാസ് വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്ര സ്ഥലത്ത് പണി കഴിഞ്ഞിക്കണമെന്നുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ബോധിപ്പിക്കാൻ പറ്റും. അതിനുള്ളൊരു ഐഡിയ ആണത്. പിന്നെ സർവീസ് റോഡ് വൺവാക്കിയത് വലിയ കിട്ടലാട്ടോ. ഇവിടുന്ന് ഈ ഒരു 2 വേ സംവിധാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു വണ്ടി വന്നിക്കാന്നുണ്ടെങ്കിൽ തലട്ട് നോക്കുമ്പോഴേക്കാരം നമ്മളെയും വണ്ടിയായിട്ട് അടക്കി പോലെ. പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന 6 വരിപ്പാത. ഇതിലൂടെ പോകുമ്പോഴാണ് നെൽപ്പാടൂല, പച്ചപ്പൂല, ഒന്നും കാണില്ല. ആകെ കാണാൻ പറ്റുന്ന ആ ഒരു ക്രാഷ് ബാരിയർ, വെള്ളയും കറുപ്പും കളറും മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ കൂരാടെത്തി. കൂരാട് പണികൾ തീർന്നിട്ടില്ല. കൂരാട് ഈ ഒരു ഭാഗമൊക്കെ ഒളവണ്ണ ടോൾ പ്ലാസയ്ക്ക് കീഴിലുള്ള, അതായത് ഓരോ റീച്ചല്ല, പണി കഴിഞ്ഞ് NHAക്കാണ്ട് കൈമാറിയിക്കാന്നുണ്ടെങ്കിൽ പിന്നെ NHA ആണ്ട് തീരുമാനിക്കും ഇനി സ്ഥലത്ത് ഇത്ര ടോൾ നിരക്ക്, ഇതിന് ഇത്ര പൈസ ചിലവഴിക്കണേ. അപ്പോൾ അങ്ങനെയാണ് ടോള് നിശ്ചയിക്കുന്നത്. പിന്നെ രാജ്യത്തിൻ്റെ ഒരു സംഭവമാകുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പല ഉപാധികളും നിബന്ധനകളും മറ്റൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ആകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് 60 കിലോമീറ്ററിൽ ഒരു ടോൾ പ്ലാസ മാത്രമേ പാടുള്ളൂ. പിന്നെ വേറെ അതിൻ്റെ അടിയിലുണ്ട് വാല് പോലെ ഒരു സാധനം. പാലങ്ങളോ ടണലുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപാധികളോട് കൂടിയിട്ട് ടോൾ പ്ലാസ ആരംഭിക്കാവുന്നതാണ്. കണ്ട, അതായത് പണ്ട് അഖിലേന്ത്യയിൽ വരണ പോലെ
കളി കഴിയുമ്പോൾ അൽമദീന ചെർപ്പുളശ്ശേരി ജയിച്ചിട്ടുണ്ടാകും. ഫിഫ മഞ്ചേരി എത്ര കളിച്ചിട്ടും കാര്യമില്ല, കളി കഴിയുമ്പോൾ അൽമദീന ചെർപ്പുളശ്ശേരി ജയിച്ചിട്ടുണ്ടാകും. ആ ഒരു ഡയലോഗ് അതന്നെ സംഭവം. കാരണം നമ്മൾ എത്രതായാലും എല്ലാ ലാസ്റ്റിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉപാധികളോ മറ്റേതൊക്കെ ഉണ്ടാകും. ഇതൊന്നും പിന്നെ ആരെയും തറവാട് സ്വത്തോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളൊരു സംഭവം ആയതുകൊണ്ട് അതങ്ങനെ വരുള്ളൂ. ഏതായാലും കൂരാട് വാഡക്റ്റിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്പാൻ ഇടയിൽ ഗാഡർ വെച്ച സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ചോട് കൂടിയിട്ട് കൂരാട് ഈ ഒരു വാഡക്റ്റിൽ DBM ചെയ്യുന്ന പണികൾ തീരും, അല്ലെങ്കിൽ BC ചെയ്യുന്ന പണികൾ തീരും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കൂരാട് ഭാഗത്തെ പണികളൊക്കെ തീരുന്നതിന് മുമ്പേ വെട്ടിച്ചിറ ടോൾ പ്ലാസ ഓപ്പൺ ആകും എന്ന് സാരം. എന്താലേ NHAക്ക് നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ടോൾ തുടങ്ങുന്നത്. നമ്മൾ ടോളും കൊടുത്ത് ഇപ്പോൾ കണ്ടങ്ങൾ എന്താ ബ്ലോക്ക്. ഒരു സൈഡ് ഈ ഒരു കൂരാട് ഭാഗത്ത് ഒരു സൈഡിലാണ് നല്ല ബ്ലോക്ക് കേട്ടോ. കൊളപ്പുറം ടു കൂരാട്, അതായത് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ നല്ല ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ട് വെട്ടിച്ചിറങ്ങോട്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം ഒക്കെ കഴിഞ്ഞ്, കുറ്റിപ്പുറം ചെറിയൊരു പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പൊന്നാനി കാപ്പിരിക്കാട് നമ്മളാ ഒരു തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ വട്ടപ്പാറ വാടകയ്ക്ക് ഈ ഒരു ടോൾ പ്ലാസയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ടോൾ നിരക്ക് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് കോഴിക്കോടിനേക്കാളും. അപ്പോൾ സുഹൃത്തുക്കളെ, ഫാസ്ടാഗൊക്കെ റെഡിയാക്കി വെച്ചോളി. വെട്ടിച്ചിറ ടോൾ പ്ലാസ ഉടനെ ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളി.